വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പുനരുദ്ധാരണം നടക്കുന്നതും വികസനത്തിൻ്റെ പാതയിലുള്ള ക്ഷേത്രങ്ങളും പുതിയ ക്ഷേത്രങ്ങളുടെ എണ്ണവും എടുത്തു കഴിഞ്ഞാൽ അതിലേറ്റവും കൂടുതലുള്ളത് വിഷ്ണുമായ സ്വാമിയുടെ ക്ഷേത്രങ്ങൾക്കാണ്. പുതിയതായിട്ട് ഒരുപാട് ക്ഷേത്രങ്ങൾ കേരളത്തിൽ വരുന്നുണ്ട്. വളരെ നല്ല കാര്യം, വളരെ അഭിമാനം തോന്നുന്ന കാര്യം, വളരെ നല്ല കാര്യമാണ്. പക്ഷേ ആധുനിക ലോകത്ത് സോഷ്യൽ മീഡിയയിൽ ഈ ക്ഷേത്രങ്ങളുടെ എല്ലാത്തിൻ്റെയും പരസ്യം ഇതിൻ്റെ പ്രതിഷ്ഠ കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ അതാണ് മുഖ്യമായിട്ടുള്ളത്. അതും തെറ്റാണെന്ന് പറയാൻ സാധ്യമല്ല, അതും വിരോധമില്ല. പക്ഷേങ്കിൽ നമ്മളവിടെ ശരിയല്ലാത്തതായിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർച്ചനാമന്ത്രങ്ങൾക്കോ അതേപോലെ മൂലമന്ത്രങ്ങൾക്കോ മാലാമന്ത്രങ്ങൾക്കോ ഒന്നും യാതൊരുവിധ വിലയുമില്ലാതെ ദീക്ഷ കൊടുക്കുന്നത് അടക്കം ഓൺലൈനിലൂടെ ചെയ്യുന്ന കാര്യത്തിനോടാണ് നമ്മൾ ശരിയല്ല എന്ന് പറയുന്നത്. അത് ശരിയല്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്ന് രാവിലെ കണ്ട ഒരു വീഡിയോയിൽ ഒരു സ്ത്രീക്ക് ഒരു മഠാധിപതി വിഷ്ണുമായ സ്വാമിയുടെ മൂലമന്ത്രം കൊടുത്തു, അവർ അതിനുള്ള ദക്ഷിണയും കൊടുത്തു എന്നാണ് അറിഞ്ഞത്. പല ദക്ഷിണയുടെ അളവും നോക്കിക്കഴിഞ്ഞപ്പോൾ അത് 30,000 മുതൽ 50,000 മുതൽ 1,00,000 വരെയുള്ള എമൗണ്ടുകളാണ് ഈ മന്ത്രങ്ങൾക്ക് പല സ്ഥലങ്ങളിലും വാങ്ങുന്നതും കാര്യങ്ങളും. ഇതൊന്നും തെളിവായിട്ട് പറയാനൊന്നും കഴിയില്ല. എന്നാൽ നമുക്കറിയാൻ കഴിഞ്ഞ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. പക്ഷേങ്കിൽ ഈ വാങ്ങിപ്പോകുന്ന ആളുകൾ, ഈ ദക്ഷിണ കൊടുത്ത് വാങ്ങിപ്പോകുന്ന അല്ലെങ്കിൽ ഓൺലൈനിലൂടെ പൈസ ഗൂഗിൾ പേ ചെയ്തിട്ട് ഈ മന്ത്രം വാങ്ങുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ സ്വാമി എന്താണെന്ന് അറിഞ്ഞിട്ടില്ല, സ്വാമിയുടെ ഭാവഭേദങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ടില്ല, സ്വാമിയുടെ രൂപഭാവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിട്ടില്ല, സ്വാമിയുടെ സാന്നിധ്യ രീതികൾ എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞിട്ടില്ല. ഓരോ സാന്നിധ്യത്തിലും ഓരോ രീതിയിലാണ് സ്വാമിയുടെ കാര്യങ്ങൾ. അതിനെല്ലാത്തിനും വകഭേദങ്ങൾ അനുസരിച്ചിട്ടുള്ള വിധാനങ്ങളും കാര്യങ്ങളുമായിട്ടാണ് ഉള്ളത്. അതിൻ്റെ താന്ത്രിക വിധികളിൽ ഓരോന്നിലും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളാണുള്ളത്. ഈ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളായി മാറിക്കഴിയുമ്പോൾ അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ എനർജിയിൽ വരുന്ന വ്യത്യാസം, ഇതൊന്നും അറിയാതെയാണ് ഒരാൾ സ്വന്തം താല്പര്യപ്രകാരം കാശുമടച്ച് ഈ മന്ത്രങ്ങൾ പോയി വാങ്ങുന്നതും സ്വാമീനെ ഉപാസിക്കുന്നതും. അദ്ദേഹം ഉപാസകനാവുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 41 ദിവസം ഈ മൂലമന്ത്രങ്ങൾ ജപിച്ച് സിദ്ധി വന്നാൽ അവിടെ ആ ഇരിക്കുന്ന ഉപാസകൻ എന്ത് ചെയ്യും, അദ്ദേഹത്തിന് എന്തറിയാം എന്നുള്ളത് ഈ കുടത്ത് വിട്ടിരിക്കുന്ന ആൾക്ക് ആ ആളെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല. ഒന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്, ഇങ്ങനെ വാങ്ങുന്ന എല്ലാവരെയും ഭഗവാൻ നല്ലത് ഉള്ളിൽ തോന്നിക്കട്ടെ. ആ സമയങ്ങളിലെല്ലാം ഒരു ഉപാസകനായ, നല്ല ഉപാസകന്മാരായി ഇവർക്ക് മാറാനുള്ള കടാക്ഷം സ്വാമി കൊടുക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാം സ്വാമിയുടെ ലീലാവിലാസങ്ങളാണ്. അപ്പോൾ ഇതും അതിൻ്റെ വകഭേദത്തിൽ നമ്മൾ കാണുന്നു. സ്വാമി തന്നെയാണ് ഇതിൻ്റെ പിന്നിലും എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഓരോ ക്ഷേത്രങ്ങൾ പൂട്ടിപ്പോകുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അധോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും എല്ലാം അതും സ്വാമിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഓരോ ക്ഷേത്രങ്ങളും മുന്നോട്ട് കുതിക്കുമ്പോൾ അതും സ്വാമിയുടെ ലീലാവിലാസങ്ങളാണെന്ന് അറിയുന്നു. എല്ലാം അറിയുന്നവനാണ് സ്വാമി, എല്ലാം അറിയുന്നവനാണ് ചാത്തൻ. അതുകൊണ്ട് തന്നെയാണ് അവൻ ചാത്തനായി മാറിയത്, ശാസിക്കാൻ അനുവാദമുള്ളവനായ ശാസ്താവായി മാറിയത്.